ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം പ്രസാധക കുറിപ്പ്. ഇത് നാസ്തികതയുടെയും ഐഹിക ഭോഗാസക്തിയുടെയും യുഗമാണ്. സമ്പത്ത് മനുഷ്യനെ മോഹജനകമായ മരീചിക പോലെ പ്രലോഭിപ്പിക്കുന്നു. അത് മനുഷ്യന്റെ ഹൃദയത്തെ കഠിനമാക്കുകയും അവനിൽ അഹങ്കാരം ഉണ്ടാക്കുകയും ഈശ്വരനെ മറക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ഭൗതിക നാഗരികത മനുഷ്യനെ അവിശ്വസ്തനും അസത്യവാദിയും ആക്കി. മാനവ നാഗരികതയാകുന്ന നിയന്ത്രണമില്ലാത്ത കപ്പൽ സ്വാധികാരോന്നമനവും വിദ്വേഷവും ലക്ഷ്യബോധമില്ലാത്ത ജീവിതവുമാകുന്ന പാതയിലേക്ക് അതിവേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആത്മനാശമായിരിക്കും അതിൻ്റെ ഫലം. ഭയം, സംശയം, കുറ്റകൃത്യങ്ങൾ, സംഘർഷം, കലഹം, മത്സരം ഇവ നിറഞ്ഞതാണ് ഇന്നത്തെ ലോകം. അച്ചടക്കത്തോടെയുള്ള ജീവിത രീതിക്ക് പകരം കാമാസക്തിയും ത്യാഗത്തിന് പകരം ഭോഗാസക്തിയും സ്വീകരിച്ചിരിക്കുന്നു. മതത്തിൻ്റെ യഥാർത്ഥ ആദർശവും ആത്മാവും നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്നത് തുച്ഛമായ ബാഹ്യഘടന മാത്രമാണ്. ശാസ്ത്രജ്ഞന്മാർ വായുവിനെയും അണുവിനെയും കീഴടക്കി. ഉപഗ്രഹങ്ങൾ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നു. പക്ഷേ കഷ്ടം, മനുഷ്യർ അന്തരാത്മാവിനെ, ആത്മരഹസ്യത്തെ സാക്ഷാത്കരിച്ചിട്ടില്ല. പ്രകൃതിയെയും ബാഹ്യാകാശത്തെയും അവൻ കീഴടക്കി. പക്ഷേ ഏറ്റവും വലിയ ശത്രുവായ മനസ്സിനെ കീഴടക്കാൻ അവൻ അസമർത്ഥനായി. സദാചാരവും ആത്മീയതയും ഇല്ലാത്ത വെറും ബുദ്ധി ഉപയോഗപ്രദമല്ല, അത് അപകടകാരിയാണ്. അത് ആപത്തിലേക്ക് നയിക്കും. ധാർമ്മികതയും ആത്മീയ മൂല്യവുമുള്ള പുരാതന ഭാരതീയ സംസ്കാരവും അതിൻ്റെ ശാശ്വതമായ ആദർശവും പുനരുദ്ധരിച്ച് യുദ്ധവും വിപ്ലവവും മൂലം പരിഭ്രാന്തമായിരിക്കുന്ന ലോകത്തിന് നൽകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യ മനസ്സ് ഭൗതികതയിൽ നിന്ന് അകലുവാനും മനുഷ്യ സമൂഹം യോജിക്കുവാനുമുള്ള ഏകമാർഗം യോഗയും വേദാന്തവും പരിശീലിക്കുക എന്നതാണ്. യോഗയും വേദാന്തവും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. യോഗചര്യയിലൂടെയുള്ള ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന ഒരു തത്വശാസ്ത്രമാണ് വേദാന്തം. അബോധാവസ്ഥയിലുള്ള ചലനത്തെ സ്വാഭാവിക പരിണാമം എന്ന് വിളിക്കുന്നു. ബോധപൂർവമായ പരിണാമം യോഗ അല്ലെങ്കിൽ മതാനുഷ്ഠാനം എന്നും പറയാം. ഒരു പള്ളിയിൽ അംഗമാകുന്നതോ ഒരു പ്രത്യേക തത്വശാസ്ത്രം അംഗീകരിക്കുന്നതോ അല്ല മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഴമേറിയ ജ്ഞാനം വികസിപ്പിക്കുകയും അത് മനസ്സിലാക്കുകയും അത് സ്വജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കുകയും ചെയ്യുന്നതാണ് മതം. ഈ ജ്ഞാനവും ഉൾക്കാഴ്ചയും പകർന്നു കൊടുക്കുവാനാണ് മഹാനായ ആചാര്യൻ ശിവാനന്ദൻ ഈ ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത്. ദിവ്യാനന്ദം ഒരു അനശ്വര ഗ്രന്ഥമാണ്. വരും കാലങ്ങളിൽ നേർവഴി കാട്ടുന്ന പൈതൃക സ്വത്താണ് ഇത്. ഇത് അത്യുത്തമമായ ഒരു ആത്മീയ ഗ്രന്ഥമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് ബൈബിളും ഹിന്ദുവിന് ഭഗവത്ഗീതയും മുസൽമാന് ഖുറാനും പാർസികൾക്ക് സനത് അവസ്ഥയും ആണ്. എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ ധർമ്മശാസ്ത്രങ്ങളിലുമുള്ള ഉപദേശങ്ങളുടെ ആകെത്തുകയാണ് ഇത്. അതുമാത്രമല്ല, ഇത് സമാധാനവും ആശ്വാസവും ജ്ഞാനവും വിശദീകരണവും നൽകുന്നു. ആധുനിക മനസ്സുകൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിലാണ് ഇതിലെ വിശദീകരണം. ഒരു വരിയും അവ്യക്തമല്ല, ഒരു വിവരണവും ഗുപ്തമല്ല. ഉത്കൃഷ്ടതയാണ് ഈ പുസ്തകത്തിൻ്റെ മുഖമുദ്ര. ഇപ്പോൾ ഈ ഭൂമിയിൽ പൂർണ്ണമായ ആനന്ദപ്രദമായ ജീവിതം നയിക്കുന്നതിനായി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിൻ്റെ താളുകൾ നൽകുന്നു. ഓരോ ലേഖനവും പൂർണ്ണമായതുകൊണ്ട് ഏത് ലേഖനവും വായിക്കാൻ ആരംഭിക്കാം. ആഴമേറിയ അർത്ഥവ്യാപ്തിയും സ്പഷ്ടമായ പ്രതിപാദന രീതിയും ചേർന്ന മനോഹരമായ ഒരു മുഖവുര ലേഖകൻ എഴുതിയിട്ടുണ്ട്. ഡിവൈൻ ലൈഫ് സൊസൈറ്റി, ശിവാനന്ദ നഗർ, 1/3/1974. ദിവ്യാനന്ദത്തെക്കുറിച്ച് ഒരു ഋഷിയുടെ ജ്ഞാനോപദേശങ്ങൾ അടങ്ങിയ അമൂല്യവും ശ്രേഷ്ഠവുമായ ഈ സമാഹാരം ഭക്തനായ ശിഷ്യൻ തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ പാദങ്ങളിൽ സാദരം സമർപ്പിക്കുന്ന നിവേദ്യമാണ്. ഗുരുസേവയുടെയും സമർപ്പണത്തിൻ്റെയും നിദർശനമാണ് ഈ കൃതി. ഇപ്രകാരം
ഒരു സമാഹാരം ഉണ്ടാകണമെന്ന് പൂജ്യ ശ്രീ ശിവാനന്ദജി മഹാരാജ് ആഗ്രഹിച്ചിരുന്നു. അന്ധകാരത്തിൽ ഉഴലുന്ന മനുഷ്യർക്ക് പ്രകാശം കാണിച്ചു കൊടുക്കാനും അവരെ ശരിയായ പാതയിലേക്ക് നയിക്കാനും ഉതകുന്ന ഒരു കൃതി ഉണ്ടാകണമെന്ന എൻ്റെ ഗുരുവിൻ്റെ സങ്കല്പം ബന്ധു കൂടിയായ ശ്രീ അനന്ത നാരായണൻ സഫലമാക്കി. ഗുരുദേവന്റെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ മരണം കാരണം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ശ്രീ അനന്ത നാരായണൻ രാവും പകലും കഠിന പ്രയത്നം ചെയ്ത് ഗുരുജിയുടെ മരണാനന്തരം പരിപാവനമായ പരിശുദ്ധമായ ഓർമ്മകൾക്ക് മുന്നിൽ ഈ സമാഹാരം സമർപ്പിച്ചു. ഇത് സ്നേഹത്തിന്റെ കഠിന പ്രയത്നത്തിന്റെ പ്രതീകമാണ്. സ്വാമിജിയും ശ്രീ അനന്ത നാരായണനും തമ്മിൽ പതിറ്റാണ്ടുകൾക്കും അപ്പുറത്തെ ബന്ധമായിരുന്നു. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ ആസൂത്രണ കമ്മീഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധികാരിയായിരുന്നു അനന്ത നാരായണൻ. അവരുടെ ആദ്യ സമാഗമം ഋഷികേശിലുള്ള സ്വാമിജിയുടെ ആനന്ദ കുടീരത്തിൽ ആയിരുന്നു. ഗുരുദേവന്റെ ജ്ഞാനയജ്ഞമെന്ന ആശയം അദ്ദേഹത്തെ ആവേശഭരിതനാക്കി. സ്വാമിജിയുടെ സംശയാതീതമായ ശ്രേഷ്ഠമായ ആത്മീയത അനന്ത നാരായണന് പ്രചോദനമേകി. ആ സന്യാസി ശ്രേഷ്ഠന്റെ നൈസർഗികമായ നിസ്വാർത്ഥമായ സ്നേഹം അവനെ വല്ലാതെ ആകർഷിച്ചു. ഡൽഹിയിൽ തിരിച്ചെത്തിയ ഉടനെ ഗുരുദേവന്റെ ഉപദേശങ്ങൾ ക്രോഡീകരിച്ച് ജ്ഞാനസാഗര തീരത്തിലെ മുത്തുകൾ എന്ന പേരിൽ ഒരു ചെറിയ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഈ ലഘുപുസ്തകം ദിവ്യാനന്ദം എന്ന ഈ പുസ്തകത്തിന്റെ മുന്നോടിയായി കണക്കാക്കപ്പെടുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത കാരണം ഈ രചനയ്ക്ക് ഇദ്ദേഹത്തെക്കാളും കാര്യക്ഷമതയുള്ള വേറെ ആരും ഇല്ല. ഈശ്വരൻ അദ്ദേഹത്തിന് തീക്ഷ്ണമായ ബുദ്ധിയും സാഹിത്യപരമായ കഴിവും കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ ഇതുവരെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ഈ പുസ്തകമാണെന്ന് വളരെയധികം വായനക്കാർ പ്രശംസിച്ചിരിക്കുന്നു. 1927 കൊടൈക്കനാലിൽ ജനിച്ച അനന്ത നാരായണൻ ആദർശശാലിയും സരള സ്വഭാവമുള്ളവനും ഉയർന്ന ജീവിത മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവനും ആയിരുന്നു. ഭൗതികതയിലൂന്നിയ കലാലയ വിദ്യാഭ്യാസത്തിൽ സ്വാഭാവികമായും അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല. എന്നാലും 1946 19ാമത്തെ വയസ്സിൽ 3 ഫസ്റ്റ് ക്ലാസ്സുകളോടെ BSc ബിരുദം നേടി. ഉന്നത ബിരുദ പരീക്ഷയിൽ ജയിച്ച് അദ്ദേഹം ധനതത്വശാസ്ത്രത്തിൽ മാസ്റ്റർ ബിരുദം നേടി. എന്നാൽ ആന്തരിക ആത്മീയ വികാസത്തിനോ ആത്മാവിനെ ഉദ്ധരിക്കുന്നതിനോ ഉതകുന്ന ഒന്നും അതിലില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ച ആ കാലമത്രയും വ്യർത്ഥമായി വിചാരിച്ചു. ഈ അതൃപ്തി ആത്മീയ സാഹിത്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിച്ചു. സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി, സ്വാമി രാമതീർത്ഥൻ, ആധുനിക ആത്മീയാചാര്യന്മാർ ഇവരുടെ ജ്ഞാനോപദേശങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ ഉത്സാഹത്തോടെ വായിക്കുന്നതിൽ വ്യാപൃതനായി. അനിവാര്യമായും അദ്ദേഹം താമസിയാതെ സ്വാമി ശിവാനന്ദ മഹാരാജിന്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങി. ആത്മാന്വേഷികൾക്ക് ജീവജലം പോലെ സ്വാമി ശിവാനന്ദയുടെ ആത്മീയ ഉപദേശങ്ങൾ ഈ ദേശത്ത് പ്രളയജലം പോലെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഗുരുദേവന്റെ കൃതികൾ ശരിയായ പാത കാണിച്ചു തരുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പ്രായോഗികവും പ്രചോദനം നൽകുന്നതുമായ വ്യക്തമായ സ്പഷ്ടമായ ശരിയായ പാതയിലേക്ക് സ്വാമിജിയുടെ ഉപദേശങ്ങൾ നയിച്ചു. ഇത് അദ്ദേഹത്തെ സ്വാമിജിയിലേക്ക് അടുപ്പിച്ചു. അദ്ദേഹത്തിന് ഡൽഹിയിൽ നിയമനം ലഭിച്ചപ്പോൾ ഋഷികേശിന് അടുത്തും ആയി. ഗുരുദേവ് അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. ആത്മീയജ്ഞാനം പ്രചരിപ്പിക്കാനുള്ള ദൈവിക ദൗത്യത്തിനായി അനന്തനാരായണൻജിയെ ഗുരുദേവൻ സ്വീകരിച്ചു. അധികം വൈകാതെ സ്വാമിജിയുടെ പ്രൗഢഗംഭീരമായ ഉപദേശങ്ങളുടെ ശക്തിയും സ്വാധീനവും ഉത്സുകനായ ഈ യുവസാധകന്റെ ഭാവിഗതി തീരുമാനിച്ചു. വൈകാതെ ഭൗതിക ഐശ്വര്യം നിസ്സംശയം ഉപേക്ഷിച്ച് അഭിലഷണീയമായ ജോലി രാജിവെച്ച് അദ്ദേഹം ഭൗതിക ജീവിതത്തോട് വിട പറഞ്ഞു. സ്വാമി ശിവാനന്ദജിയുടെ സമീപത്തേക്ക് പോയി. അന്നു മുതൽ പൂജ്യഗുരുദേവന്റെ പരിപാവനമായ ദൗത്യത്തിന് കാര്യക്ഷമമായ സേവനം ആത്മാർത്ഥതയോടെ ഉത്സാഹത്തോടെ നിർവഹിക്കുകയും ചെയ്തു. ആത്മീയജ്ഞാനത്തിന്റെ ഒരു അപൂർവ സംഗ്രഹം ദിവ്യാനന്ദം എന്ന കൃതിയിലൂടെ ശ്രീ അനന്ത നാരായണൻ ആധുനിക ഭാരതത്തിന് സമ്മാനിച്ചിരിക്കുന്നു. ശിവാനന്ദജിയുടെ സുഗ്രഹവും ഉത്തമവുമായ ഉപദേശങ്ങൾ ആധുനിക വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് സമാഹരിച്ച് നൽകിയിരിക്കുന്നു.
നമ്മുടെ സംസ്കാരത്തിന്റെ സാരവും ആദർശവും മനോഹരവുമായ ഈ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കൃതി നമുക്ക് നൽകിയതിന് നാം അദ്ദേഹത്തോട് കടപ്പെട്ടവരായി. ഈ കൃതി നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയും സന്തത സഹചാരിയുമായി സ്വീകരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് നന്ദി പ്രകടിപ്പിക്കാം. ഗുരുദേവന്റെ കൃപ അദ്ദേഹത്തിൽ എന്നെന്നും ഉണ്ടാകട്ടെ. പ്രസിഡന്റ്, ദ ഡിവൈൻ ലൈഫ് സൊസൈറ്റി, ശിവാനന്ദ നഗർ. 2 വാക്ക്. നിത്യനൂതനമായ മൂല്യങ്ങളടങ്ങിയ ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ എക്കാലത്തും പ്രസക്തമാണ്. സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ മാത്രമേ അവരുടെ ജീവിതം വിജയപ്രദമായി തീരുകയുള്ളൂ. വരും തലമുറ ധർമ്മത്തിൽ അധിഷ്ഠിതമായി വളരണം എന്ന ഉദ്ദേശത്തോടുകൂടി പാലക്കാട് ശിവാനന്ദാശ്രമത്തിൽ നിന്നും ഈ പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ മലയാള പരിഭാഷ നിർവഹിച്ചിട്ടുള്ളത് ശ്രീമതി വസന്തലക്ഷ്മിയാണ്. സാത്വികയും ഭക്തയും ഗുരുപരമ്പരയെ അനുസന്ധാനം ചെയ്യുന്നവരും ആംഗലേയ ഭാഷാ പ്രവീണയും ആയ മാതാജി മഹത്തായ സമാജ സേവയാണ് ഈ ഗ്രന്ഥരചനയിലൂടെ നിർവഹിച്ചിട്ടുള്ളത്. ഇത്രയും ബൃഹത്തും മഹത്വമായ ഗ്രന്ഥ പരിഭാഷ നിസ്സാര കാര്യമല്ല. അപാരമായ ഗുരുകൃപയും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദൃഢമായ കൃത്യം നിർവഹിക്കാനാവൂ. ഇതിന്റെ പ്രസിദ്ധീകരണത്തിനു വേണ്ടി ധാരാളം സമ്പത്ത് ആവശ്യമാണ്. ആയതിലേക്ക് അവരുടെ സഹോദരി കൂടിയായ ശ്രീമതി ഹൈമവതി ചന്ദ്രശേഖരൻ നായരും കുടുംബവും സാമ്പത്തിക സഹകരണം നിർവഹിക്കുകയുണ്ടായി. ലോകസംഗ്രഹത്തിനായി സമർപ്പിക്കപ്പെടുന്ന സമയവും സമ്പത്തും മാത്രമാണ് ജീവിത വിജയത്തിന് ഉതകുന്നതായി തീരുന്നത്. തൻ്റെയും സമാജത്തിൻ്റെയും ഉത്കർഷത്തിനായി ജീവിക്കുമ്പോഴാണല്ലോ മനുഷ്യജീവിതം സാർത്ഥകമായി തീരുന്നത്. തനസും മനസ്സും സമ്പത്തും സൽക്കാരങ്ങൾക്കായി വിനിയോഗിച്ച് ജീവിതം നയിക്കുന്ന ഇരുവർക്കും കുടുംബത്തിനും ഭഗവാന്റെയും ഗുരു പരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. മാതൃകാപരമായ ഈ സത്കർമ്മം മറ്റ് സജ്ജനങ്ങൾക്കും പ്രചോദനമായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശ്രമം ഈ പുസ്തകം സമാജത്തിന് സമർപ്പിക്കുന്നു. പ്രസാധകർ, ശിവാനന്ദാശ്രമം, പാലക്കാട്.